ദേവസ്വം ബോർഡ് പ്ലീഡറായി നിയമിതനായ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടെയാണ് രാജി. നിയമനം വിവാദമായതോടെ കെ ബി പ്രദീപിനെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് നിയമിച്ചത് എന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഈ വിഷയം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിവാദമായി മാറിയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തെ ഈ നിയമനം എങ്ങനെ ബാധിക്കുമെന്നുള്ള ആശങ്ക പങ്കുവെക്കപ്പെട്ടിരുന്നു. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഒരുപക്ഷെ വേണമെങ്കിൽ വി ഡി സതീശൻ സർക്കാരിലെ ആദ്യ വിവാദം എന്ന് വേണമെങ്കിൽ ഇതിനെ കാണാം. മുഖ്യമന്ത്രിയാണ് നിയമിച്ചത് എന്ന് പറയുമ്പോൾ മന്ത്രിമാർ തമ്മിലും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് വിവരം? തീർച്ചയായിട്ടും സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റാരോപിതമായ കമ്പനിയാണ്. ആ കമ്പനിയുടെ അഭിഭാഷകനെ തന്നെ സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതാണ് വലിയ വിവാദമായത്. ഇത് സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന തരത്തിലുള്ള വിമർശനം പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്നു വന്നു. ഇന്നലെ ദേവസ്വം മന്ത്രി പ്രതികരിച്ചത് രണ്ട് നിലപാട് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, മുഖ്യമന്ത്രിയാണ് നിയമിച്ചത്, നേരിട്ട് നിയമനമാണ്, എനിക്കതിൽ പങ്കില്ല. അതോടുകൂടി വി ഡി സതീശന്റെ മേൽ അതിന്റെ പഴി ചാരപ്പെടുകയായിരുന്നു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, എതിർസ്ഥാനത്തുള്ള ആളുകൾ നമുക്കൊപ്പം വരുന്നത് കേസിനെ സഹായിക്കില്ല എന്നൊരു വിചിത്രവാദം കൂടി മുരളീധരൻ മുന്നോട്ട് വച്ചിരുന്നു. ഇത് വലിയ വിവാദമായി തിരിച്ചറിഞ്ഞാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം പ്രദീപിനോട് രാജിവെക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. അതിനു മുമ്പ് അല്പസമയം മുമ്പ് പ്രദീപ് രാജിവെക്കുകയും ചെയ്തു. വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയിലേക്ക് പോകുമായിരുന്ന വിഷയം മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് തിരുത്തുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ദേവസ്വം മന്ത്രി തന്നെ തന്റെ അറിവോടുകൂടിയല്ല ഈ നിയമനമെന്ന് പരസ്യമായി പറഞ്ഞതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ശരി.